രാജ്കുമാർ, അതായത് ഈ കുടുംബത്തെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി മുമ്പോട്ട് വെക്കുന്നുണ്ടോ? ഇല്ല, അത് പരിശോധിക്കും, അവരെ സഹായിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, തീരദേശത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സംവിധാനം വരുന്നുണ്ട് എന്ന് പറയുകയല്ലാതെ അതേക്കുറിച്ച് കൃത്യമായൊരു കാര്യം പറഞ്ഞില്ല. കാരണം 11ാം നാളാണ് ഇപ്പോൾ വന്നിട്ട് ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ് സൂത്തനിങ്ങായി തലോടി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ആദ്യം അജിംഷാദ് അതിനു മുമ്പ് മുഖ്യമന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും രേഷ്മയുമായി സംസാരിച്ചു. രേഷ്മയുടെ സഹോദരൻ കൂടിയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം? നമ്മുടെ തിരച്ചിൽ കൂടുതൽ പര്യാപ്തമാക്കി നടത്തണമെന്ന് പറഞ്ഞു. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരച്ചിൽ നമ്മൾ സംതൃപ്തരാണ്. കാര്യം കാലാവസ്ഥ വളരെ മോശമായതിനാൽ ആദ്യ ദിനങ്ങളിൽ കുറേ ഡിലേ ഉണ്ടായി. അത് കൂടുതലും നമുക്ക് ഈ ബോഡി കിട്ടാനുള്ളൊരു സാധ്യതകളെ മങ്ങിപ്പിച്ചു. അതിനുശേഷം ഉണ്ടായ തിരച്ചിലുകളിൽ നമ്മൾ തൃപ്തരാണ്. കാര്യം ഇപ്പോഴും തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വീട് വിറ്റ് ആണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ അത് പോയി, അച്ഛൻ പോയി, ഭർത്താവ് പോയി, മകൻ പോയി. ഇനി ആ അമ്മയ്ക്ക് വേറൊരു മാർഗ്ഗമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അവർ ചേർത്ത് നിർത്തണമെന്ന് നമ്മൾ പറഞ്ഞു. അത് തീർച്ചയായും ചേർത്ത് നിർത്തുമെന്നാണ് സി എം പറഞ്ഞത്. എന്തൊക്കെയാണ് എന്തെങ്കിലും പറയും, എങ്ങനെ സഹായിക്കും, അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു? പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞ് സഹായിക്കുമെന്ന് പറഞ്ഞില്ല. ചേർത്ത് നിർത്തി അത് മന്ത്രിസഭാ യോഗം കൂടി കഴിയുമ്പോഴത്തേക്കും ചേർത്ത് നിർത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അജിംഷാദ്, ഇതിൽ ആർക്കും പറഞ്ഞു പോകാവുന്ന ഒരു വാഗ്ദാനം എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു പദ്ധതിയോ എന്തെങ്കിലും ഒരു പ്ലാനോ ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയോ വരുത്തുന്നില്ല. അത് രേഷ്മയുടെ സഹോദരൻ തന്നെ പറയുന്നു. രാജ്കുമാർ, അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് ഇവരെല്ലാം ഇവരെ അങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അതായത് ഈ പറയുന്ന പ്രകൃതി കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ആ രൂക്ഷമായ സമയമായതുകൊണ്ട് മാത്രമാണ്, കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് സെർച്ച് ആ സമയത്ത് വൈകിപ്പോയി അല്ലെങ്കിൽ മുടങ്ങിപ്പോയി എന്ന് മുഖ്യമന്ത്രി അങ്ങനെയെങ്കിലും സമ്മതിച്ചത്. പക്ഷേ ഇവിടെ ഈ മുതലപ്പൊഴിയാണെങ്കിലും കോവളമാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന നീണ്ടകരയിലാണെങ്കിലും ഈ 3 സ്ഥലത്തും മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ ഈ 3 കുടുംബങ്ങളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. അവരും ഇതിനെക്കുറിച്ച് കടലറിയുന്നവരാണ്, കടലമ്മയെ അറിയുന്നവരാണ്. അവർ ആ പ്രതിഷേധവുമായി ഇറങ്ങിയ ശേഷം മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചത്. ഈ നാവികസേന ഇപ്പോഴല്ലേ വന്നത്? അന്ന് ഈ നാവികസേന വന്നിട്ടില്ല. കോസ്റ്റ് ഗാർഡിൻ്റെ 1-2 വട്ടം വന്നു പോയതല്ലാതെ അവരും സ്ഥിരം ഇതിൻ്റെ സെർച്ചിന് ഇറങ്ങിയില്ല. ഇങ്ങനൊരു പ്രതിഷേധം ഈ നീണ്ടകര പോലീസ് സ്റ്റേഷനിൽ ഇവിടെ രേഷ്മ, ഈ ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് തുടർന്നാണ് ഈ പറയുന്ന ഈ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതും ഒരു ഏകോപനമുണ്ടായതും. ഈ നിമിഷം ഇപ്പോഴും രാജ്കുമാറിലേക്ക് തന്നെ തിരിച്ചെത്താം. എന്തായാലും ഒന്നും പറയാതെ, വ്യക്തമായി ഒന്നും പറയാതെ എല്ലാം ശരിയാക്കാമെന്ന വാക്കുകളോടുകൂടിയാണ് മുഖ്യമന്ത്രി സന്ദർശനം പോകുന്നത്.